ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ലഞ്ച് ബോക്സിലേക്ക് വേണ്ട ഒരു പൊട്ടറ്റോ റൈസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോയ്ക്ക് വേണ്ടി മസാല തയ്യാറാക്കാം. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാല, ഇത് രണ്ടിലെങ്കിലും ഏതിലും ഒന്ന് ഇട്ടാൽ മതി. അത് വിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ പൊട്ടറ്റോയിൽ നല്ല രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കണം. ഇത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് അങ്ങ് ചെയ്യുക. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല വരട്ടിയ ആ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എരിവനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ കൊച്ചു മക്കൾക്കായതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടിയുടെ ഒരു എരിവ് ഇതിൽ വരുന്നുള്ളൂ. ഇനി നമ്മുടെ പൊട്ടറ്റ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തെ അതൊരു സൈഡിലേക്ക് നീക്കിയിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് അതിനകത്തോട്ടിട്ട് കൊടുക്കണം. ക്യാരറ്റും ഈ പൊട്ടറ്റോയും കൂടി ഇട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം. ക്യാരറ്റ് അങ്ങ് ഒരുപാട് വെന്ത് അങ്ങനെയൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. ഇത് രണ്ടും ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ക്യാപ്സിക്കം അല്ല, ക്യാബേജ് അരിഞ്ഞ് വെച്ചത്. ക്യാബേജ് മക്കൾക്ക് ഒരുപാട് ഇടുന്ന ഇഷ്ടമല്ല, എൻ്റെ ചെറിയൊരു സ്മെല്ല് പോലെ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്യാബേജ് ഇതിനകത്തിട്ടിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ്, പിന്നെ അങ്ങനത്തെയുള്ള പച്ചക്കറി ഐറ്റങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വിടാം. ഇപ്പം മെയിനായിട്ട് പൊട്ടറ്റോ ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളത്. ഇനി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി അരിയാണ്. അത് നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട് നമുക്ക് ബിരിയാണിക്ക് റെഡിയാക്കി വെക്കത്തില്ല, അതേപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്. ഇതിപ്പോൾ ഒരു കപ്പോളം, ഒരു വലിയൊരു കപ്പിന് 1 കപ്പോളം ഉള്ള അരിയുണ്ട്, അത്രയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട മസാലയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അവസാനം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിലോ എണ്ണയിലോ എന്തിലെങ്കിലും വറുത്തിട്ട് അതുകൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോ റൈസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ഒരാവശ്യമില്ല, ചോറ് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലേക്ക് ഇതിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.